മീഡിയകൾ ശ്രദ്ധിക്കുമ്പോഴെല്ലാം വേദനാജനകമായ പ്രയാസകരമായ വാർത്തകളാണ് കേൾക്കേണ്ടി വരുന്നത്. വയനാട് ചുരൽമലയും പുത്തുമലയും ദുരന്തങ്ങൾ മായുന്നതിന് മുമ്പ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തുരങ്കപാത ദുരന്തം, എത്ര ജീവനുകളാണ് അപഹരിക്കപ്പെടുന്നത്. ഇതൊന്നുമില്ലാത്ത ഒരു കേരളം, നാട് നമുക്ക് സ്വപ്നം കണ്ടുകൂടെ? ഭരണകൂടവും ഭരണീയരും ശാസ്ത്രീയ മേഖലകളും എല്ലാം ഒത്തൊരുമിച്ചാൽ ഈ ദുരന്തങ്ങളെല്ലാം, അത് പ്രകൃതി ദുരന്തമാവട്ടെ മനുഷ്യനിർമ്മിത ദുരന്തമാവട്ടെ, തർക്കങ്ങളെല്ലാം മാറ്റി ജീവൻ അപഹരിക്കപ്പെടാത്ത ഒരു നാട്, നമ്മുടെ നാട് എന്നൊരു സൽപ്പേര് എല്ലാവരും കൂട്ടമായി ശ്രമിക്കാം. പ്രധാനമായും കാലാവസ്ഥ നിരീക്ഷകർ, കാലാവസ്ഥ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന പല ആധുനിക സജ്ജീകരണവും സംവിധാനങ്ങളും റാഡാറും മറ്റൊക്കെ ഉണ്ടല്ലോ. അതൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുക, പാറ പൊട്ടിക്കലും മണ്ണെടുക്കലും എല്ലാം ശാസ്ത്രീയമാക്കുക, എടുക്കേണ്ടയിടത്ത് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട പോലെ എടുക്കുക, തീരെ പാടില്ല എന്ന് പറയുന്നതിന് പകരം അതിനെല്ലാം ഓരോ ശൈലിയും സംവിധാനവുമുണ്ട്. ഇത്യാദി തൊഴിലുകളൊക്കെ വിദഗ്ധരെ ഏൽപ്പിക്കുക. ടൂറുകൾ വളരെ നിർബന്ധമാണ്, അനിവാര്യമാണ്. പക്ഷേ ഇത്യാദി മേഖലകളിലേക്ക് ടൂർ പോകുമ്പോൾ കാലാവസ്ഥകളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ജീവൻ അപഹരിക്കപ്പെടുന്ന കുറേ സംഭവങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അതിലൂടെ എത്ര ആളുകളാണ്, കുടുംബങ്ങളാണ് ജീവിതമാസകലം ദുഃഖിക്കുകയും കരഞ്ഞു തീർക്കുകയും ചെയ്യേണ്ടി വരുന്നത്. ജീവനേക്കാൾ വലുതായി ഒന്നുമില്ല എന്ന ഉത്തമ ബോധത്തോടുകൂടെ ജീവൻ സംരക്ഷണത്തിന് പ്രാമുഖ്യം നൽകി മുൻകരുതലുകളെല്ലാം എടുക്കാൻ പ്രാദേശിക ഭരണകൂടം തൊട്ട് പ്രാദേശിക ജനവാസികൾ അങ്ങനെ എല്ലാ മേഖലയിലും ഒന്നായി കൂട്ടായി പ്രവർത്തിക്കുക. നല്ലൊരു നാളെ നമുക്ക് കാത്തിരിക്കാം.